എറണാകുളത്ത് സ്കൂളിന് സമീപത്തെ ഹൈടെൻഷൻ ലൈൻ മാറ്റാൻ പണം ആവശ്യപ്പെട്ട് KSEB. എടാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ലൈൻ മാറ്റാനാണ് പണം ആവശ്യപ്പെട്ടത്. ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് എടാട്ടുവയൽ പഞ്ചായത്ത് 1,07,000 രൂപ നൽകണം എന്ന് KSEB കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ പകർപ്പ് ഇപ്പോൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. സൂര്യശ്രീ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സൂര്യ, എന്താണ് ഇതിൽ KSEB ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? എന്താണ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം? പഞ്ചായത്ത് പറയുന്നത് എന്താണ്? സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. അതിൽ എന്താണ് സംഭവിക്കുന്നത് സൂര്യ? ശ്രീജിത്ത്, കൊല്ലം തേവലക്കരയിലെ ദാരുണ സംഭവം നമുക്ക് മുന്നിൽ ഒരു പാഠമാണ്. പക്ഷേ പലയിടത്തും ഇപ്പോഴും KSEB ഈ പാഠം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എറണാകുളം എടയ്ക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിലിനോട് ചേർന്ന ഒരു ഹൈടെൻഷൻ കേബിളാണ് കടന്നു പോകുന്നത്. ഇത്തരത്തിൽ അപകടകരമായ രീതിയിലാണ് ഈ 11 kV ലൈൻ കടന്നു പോകുന്നത്. പലതവണ സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരുമൊക്കെ ഇത്തരത്തിൽ ഈ ഒരു അപകടം ചൂണ്ടിക്കാണിച്ച് KSEB അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും ഈ ഒരു 11 kV ലൈൻ മാറ്റാൻ ഇതുവരെയും KSEB അധികൃതർ തയ്യാറായില്ല. യാതൊരു നടപടിയും KSEBയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായില്ല. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഈ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് ധാരാളം കുട്ടികളും ഇതുവഴി ആളുകളും ഒക്കെ കടന്നു പോകുന്നതാണ്. വലിയൊരു അപകടം ഉണ്ടായേക്കാമെന്ന് നിരന്തരം KSEBക്ക് മുന്നിൽ പരാതി കൊടുത്തതിന്റെ ഫലമായിട്ടാണ് KSEB ഇത്തരത്തിലൊരു വിചിത്രവാദവുമായി മുന്നിലെത്തിയിരിക്കുന്നത്. കൊല്ലം തേവലക്കരയിലെ സംഭവത്തിന് ശേഷം പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകടത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൈനുകളൊക്കെ KSEB സ്വന്തം പ്ലാൻ ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ലൈനുകളൊക്കെ മാറ്റുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാൽ ഇത്തരത്തിൽ ചോറ്റാനിക്കരയിൽ നിന്നുള്ള KSEB അവരുടെ എഞ്ചിനീയർ ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ലൈൻ മാറ്റുന്നതിന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുകയാണ്. 1,07,000 രൂപയാണ് ഇത്തരത്തിൽ പഞ്ചായത്തിനോട് എടയ്ക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നത്. 1,07,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ KSEB കത്തയച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ തന്നെ പറയുന്നത് പലയിടങ്ങളിലും തേവലക്കരയിലെ സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ പൊതുസ്ഥാപനങ്ങളോട് ചേർന്നിട്ടുള്ള 11 kV ലൈനുകളെല്ലാം തന്നെ KSEB പ്ലാൻ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ മാറ്റുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ന്യായവുമായി ഇവിടെ ചോറ്റാനിക്കര KSEB തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടതിന്റെ രേഖ അടങ്ങുന്ന കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഈ KSEBയുടെ ഒരു നടപടിക്കെതിരെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പഞ്ചായത്തും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരും ഒക്കെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. KR ജയകുമാർ, എടാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയകുമാർ, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KSEB സ്വീകരിക്കുന്ന നിലപാട്? അവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1,07,000 രൂപ അടയ്ക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ടെൻഷൻ ലൈനാണ്, അത് മാറ്റണം എന്നുള്ള ആവശ്യം അവിടെ ജെന്യൂനായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. അതിൽ KSEB ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണ നിലയിലാണെങ്കിൽ ഇങ്ങനെ അടിയന്തര സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഘട്ടത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് KSEB തുക അതിന് മാറ്റുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ 2 വർഷം മുമ്പ് തന്നെ ഈ സ്കൂളിന്റെ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയ പുതിയ കെട്ടിടം പണിതപ്പോ ഈ മതിൽ കെട്ടിയപ്പോൾ തന്നെ ഇതിനകത്തുള്ള ലൈൻ അപകടകരമാണ് എന്ന് നമ്മൾ അന്ന് KSEBനെ 2 വർഷം മുമ്പ് തന്നെ കത്ത് മുഖാൻ അറിയിച്ചതാണ്. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനവും അതുപോലെ തന്നെ PTA കത്തും സ്കൂൾ മാനേജ്മെന്റിന്റെ കത്തും ഒക്കെ അന്നും കൊടുത്തിരുന്നതാണ്. ഇപ്പൊ ഏറ്റവും പുതുതായി ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തേവലക്കര സ്കൂളിൽ ഉണ്ടായ ആ കുട്ടിയുടെ ദാരുണമായ മരണമാണ്. ഇപ്പൊ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്കറിയാലോ, ഇവിടെ ഈ ലൈൻ അന്ന് അവിടെ ഉണ്ടായ ലൈൻ, തേവലക്കര സ്കൂളിലുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു ലോ ടെൻഷൻ ലൈനാണ്, ഒരു സർവീസ് ലൈനാണ് പോയിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഹൈ ടെൻഷൻ ലൈനാണ്. ഇവിടെ അടുത്തേക്കൊരു പൈപ്പിന്റെ കഷ്ണമോ എന്തെങ്കിലും ഒന്ന് സ്പർശിക്കപ്പെടേണ്ട, അതിന്റെ അടുത്ത് ചെന്നാൽ പോലും മാഗ്നറ്റിക് പവർ കൊണ്ട് ഷോക്ക് അടിക്കുന്ന അവസ്ഥയിലാണ്. 1 മീറ്ററാണ് ഈ മതിലിൽ നിന്ന് 1 മീറ്റർ മാത്രമാണ് ദൂരം. ഞങ്ങൾ ഇത്രയും ഗൗരവമായൊരു വിഷയം KSEB അധികൃതരെ അറിയിച്ചിട്ട് അവരിപ്പോ തന്നിരിക്കുന്ന കത്ത്, എനിക്ക് നൽകിയിരിക്കുന്ന കത്ത് 1,07,000 രൂപ അടയ്ക്കണം. അത് CRF പദ്ധതിയിൽ ഇപ്പൊ കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തേപ്പതി തിരുമറിയൂർ വട്ടപ്പാറ റോഡിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ഇത് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഡിപ്പോസിറ്റ് ആയിട്ട് 1,07,000 രൂപ അടയ്ക്കണം എന്നവർ പറയുകയാണ്. തികച്ചും ഒരു നിഷേധാത്മകമായ സമീപനം ഈ ഇത്രയും ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്ത ഒരു വളരെ KR ജയകുമാർ, അത് ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും അങ്ങനെ അപകടകരമായ നിലയിൽ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തേവലക്കരയിലെ വിഷയമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ വിഷയം ഇവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുമ്പോൾ തനത് ഫണ്ടിൽ നിന്ന് അതിന് തുക ചെലവഴിച്ചുകൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് KSEBയുടെ മറുപടി? ജയകുമാർ, KSEB ഇപ്പൊ പറയുന്നത് അവർക്ക് ഇത് ഡിപ്പോസിറ്റ് വർക്കായിട്ട്, അപ്പൊ കത്തിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് അവർ എഴുതിയിരിക്കുന്നത് ഇത് ഡിപ്പോസിറ്റ് വർക്കായിട്ട് ചെയ്യുന്നവർക്കാണ്. പക്ഷെ ഒരു അപകട സാധ്യത കണ്ടുകൊണ്ട് അവര് സ്ഥാപിച്ചതാണ് ഈ പോസ്റ്റ്. അവർക്കത്
വേറെ ഒന്നും ചെയ്യണ്ട. 2 പോസ്റ്റുകൾ എതിർവശത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഓപ്പൺ കണ്ടക്ടർ ആയിട്ടുള്ളത് അവിടെ ഒരു കേബിൾ ആയിട്ട് മാറ്റുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിഷേധാത്മക സമീപനമാണ് KSEB കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അവർ ചില ന്യായങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്, പക്ഷേ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അടിയന്തര ഇടപെടൽ വേണ്ട വിഷയമാണ്. ഈ റിപ്പോർട്ട് ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടി വെക്കുകയാണ്. KSEBയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി.